ഇന്നത്തെ കഥയിലെ കഥാനായികയാണ് ഈ നടന്നു വരുന്നത്. ഇതെൻ്റെ കൂടെ അംഗനവാടി തൊട്ട് പഠിച്ച എൻ്റെ ആത്മസുഹൃത്ത് റിഷാനിയാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് 10-15 വർഷമായി. അവൾക്കൊരു ഡ്രസ്സ് എടുക്കാൻ പോകുന്നതാണ് ഇന്ന് കാണുന്നത്. 4-5 കടയിൽ കയറിയിട്ടാണ് ആശാദിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് കിട്ടിയത്. ഞങ്ങൾ ആദ്യം കയറിയ ഷോപ്പാണിത്. ഇതിൻ്റെ ഇൻറ്റീരിയലൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ ഒരു മിറർ കണ്ടപ്പോൾ ഒന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കാനായി ഒരു ഡ്രസ്സും എടുത്തു. നല്ല ഭംഗിയില്ലേ ഇത്, പക്ഷെ നല്ല റേറ്റാണ്. ഞങ്ങൾ അവിടുന്ന് നേരെ നടന്നത് പൂനൂർ പാലത്തിലൂടെയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ വെള്ളം പറ്റിയത് കണ്ടപ്പോൾ എന്തോ മനസ്സിനൊരു സങ്കടം. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നിറഞ്ഞ അന്ന് ഞങ്ങൾക്ക് ട്യൂഷനൊന്നും പോകണ്ടായിരുന്നു. കാരണം ട്രാവലൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം അത്രയ്ക്ക് വെള്ളം നിറഞ്ഞാൽ ബസ്സൊന്നും സർവീസ് നടത്തില്ലായിരുന്നു ഇതിലെ. അങ്ങനെയുള്ള പുഴേൻ്റെ അവസ്ഥയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. പിന്നെ ഞങ്ങൾ നേരെ വേറെ ഡ്രസ്സ് എടുക്കാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ആദ്യം ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, നാജിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന്. നാജി ആരാന്ന് ഇതിൻ്റെ മുമ്പുള്ള വീഡിയോയിൽ കണ്ടല്ലേ. ഞങ്ങൾ 3 പേരും അംഗനവാടി തൊട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് കേട്ടോ. അങ്ങനെ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ അവളാണെ ഞെട്ടിയിട്ടൊന്നുമില്ല. ഞാനാണ് വിചാരിച്ച് ഞങ്ങളെ രണ്ടാളെയും പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ കാണാല്ലേ അമ്മോ എന്നൊക്കെ പറഞ്ഞു വരുമെന്ന്. ഈ തണ്ടിക്ക് ഒരു റിയാക്ഷനും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ട്രിപ്പിൻ്റെ അവളൊരു ട്രാവൽസിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ട്രിപ്പിനെ കുറിച്ചൊക്കെ പ്ലാൻ ചെയ്ത് അടുത്ത കടയിലേക്ക് പോയി. നടക്കാൻ പോകുന്നൊന്നുമില്ല, പ്ലാനിങ് മാത്രം എല്ലാ വർഷവും നടക്കും. ഇത് കണ്ടില്ല, അവിടെ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു ഡ്രസ്സാണ്. എനിക്കെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്, ഇവക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവിടുന്ന് ഇവിടെ സെലക്ട് ചെയ്ത ഒരു ഡ്രസ്സാട്ടോ ഇത്. നല്ല രസമില്ലേ? പക്ഷേ ഇതിനൊരു വലിയ പാർട്ടി വെയർ ആയിട്ടുള്ളൊരു ഗെറ്റപ്പ് കിട്ടുന്നില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി വേറെ ഒരു ഷോപ്പിലേക്ക് പോയി. ഇവിടുന്ന് എനിക്കിഷ്ടപ്പെട്ട അവൾക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു സാധനം കിട്ടി. നേരത്തെ കാണിച്ച അതേ സെയിം റേറ്റിനുള്ളത് കേട്ടോ. ഇതൊന്നും എനിക്ക് വലിയ ലൈക്കായില്ല. പിന്നെ ഇവളെ ഷോപ്പിംഗ് കണ്ട് ഭ്രാന്തായി ഞാൻ അവിടെ ഇരുന്നു. അങ്ങനെ അവസാനം ഒന്ന് കിട്ടി. അത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയില്ലേ ഇത് എനിക്കും നല്ല രസമുണ്ട്, എനിക്ക് ഇട്ടിട്ട് രസമുണ്ടേ. അപ്പോൾ ഉടുവിൽ വല്ലപ്പോഴും അടിച്ച് മാറ്റാമല്ലോ. ഞാൻ വെറുതെ പറഞ്ഞതാണ്. അവൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു എന്നാണ് എന്നോട് പറഞ്ഞത്. എന്നാലും മുഖത്ത് വലിയൊരു തെളിച്ചമില്ല, ആ പച്ചയെ തന്നെയായിരുന്നു കണ്ണ്. പിന്നെ അവിടുന്ന് വേഗം ഫാൻസിയിലേക്ക് വന്ന് ഇവിടുന്ന് ഞാൻ വേഗം ഒരു കമ്മൽ സെലക്ട് ചെയ്ത് കൊടുക്കാൻ ഞാൻ പിന്നെ പണ്ടേ മിടുക്കിയാണ്. അങ്ങനെ നല്ലൊരു കമ്മലൊക്കെ സെലക്ട് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ബിരിയാണി കഴിക്കാൻ പോവുക. ഞങ്ങൾ ആദ്യം ഇതിൽ നടന്നു പോകുമ്പോൾ ഇവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇന്ന് നമുക്ക് ഇവിടുന്ന് ബിരിയാണി കഴിക്കാമെന്ന്. നല്ല ടേസ്റ്റുള്ള ബിരിയാണി. വീട്ടിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ എടുക്കുമ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ബിരിയാണി വാങ്ങൽ. അങ്ങനെ അവളുടെ അച്ഛനും വന്ന് ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കുകയാണ്. അച്ഛനോട് ഞാൻ ഹായ് പറയാം. ഞാൻ ഡാഡി എന്നാണ് വിളിക്കൽ. അങ്ങനെ ഡാഡി ഹായ് ഒക്കെ തന്നു. ബിരിയാണിക്കുള്ളൊരു നീണ്ട കാത്തിരിപ്പായിരുന്നു. അധികം കാത്തിരിക്കേണ്ടി വന്നില്ല, വേഗം തന്നെ ബിരിയാണി വന്നു. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയായിരുന്നു. എന്താ പറയാം, സാധാരണ ഹോട്ടലിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റേറ്റ് ഇത്തിരി കൂടുതലുണ്ട്, എന്നാൽ കൂടെ നല്ല രസമുള്ളൊരു ബിരിയാണി. അങ്ങനെ കയ്യൊക്കെ കേൾക്കി ഞങ്ങൾ അവിടുന്ന് വേഗം ഇറങ്ങി. അപ്പോൾ ഓക്കെ, ബായ്.